ഹായ്, എല്ലാവർക്കും നമസ്കാരം. സുഖമല്ല എല്ലാവർക്കും? എല്ലാവരും ഓണാഘോഷങ്ങളൊക്കെ ഇവിടെ എത്തി. അപ്പോൾ ഓണത്തിന് പൂക്കളാണല്ലോ മെയിനായിട്ട്. അപ്പോൾ പൂക്കളത്തിലേക്ക് നമ്മൾ കുറേ ടിപ്സുകളൊക്കെ ഉള്ള വീഡിയോ അതിന് മുന്നേ കുറേ ചെയ്തിട്ടുണ്ട്. പൂക്കളം വരയ്ക്കുന്നതും പൂക്കളത്തിലേക്ക് ഇലകൾ ഇറക്കി ഉപയോഗിക്കുക, മെറൂണ്, പച്ച അങ്ങനത്തെ കളറുകളൊക്കെ അത് ഉപയോഗിക്കുക, അതിൻ്റെയൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ളൊരു ടാസ്ക്കാണ് പൂക്കൾ ചെറുതായിട്ടുള്ള ഇതുപോലെ ചെറുതായിട്ട് പൂക്കൾ അരിഞ്ഞെടുക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ ചെറിയ ചെറിയ കള്ളികളൊക്കെ ആകുമ്പോൾ പൂക്കൾ നൈസാക്കി അത്രയും ചെറുതാക്കി അരിഞ്ഞാൽ നമുക്കത് വൃത്തിയിൽ ഇടാൻ പറ്റും. അല്ലാതെ വലുതാക്കി അരിഞ്ഞെടുത്താൽ നമുക്കത് പെർഫെക്റ്റ് ആയി കിട്ടുക. അപ്പോൾ ഈ പൂക്കൾ അരിയുക എന്നുള്ളത് ഒരു ഭയങ്കര ടാസ്ക് തന്നെയാണ്. അതിനാണ് മെയിനായിട്ടുള്ള സമയം. ഇപ്പോൾ നമ്മൾ ഓണത്തിന് വീട്ടിലിടുകയാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും മത്സരങ്ങൾക്കൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ തലേന്ന് അരിഞ്ഞു വെക്കണം. അരിയാനാണ് നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. അതിൽ ഒരുപാട് സമയമാണ്. നമ്മൾ ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ നമ്മൾ തിരുവോണത്തിനൊക്കെ പൂക്കൾ ഇടുന്നതിന് തലേ ദിവസം തന്നെ അരിഞ്ഞ് അത് പാതിരാത്രി വരെ ഇരുന്ന് അരിയലാണ് മെയിനായിട്ടുള്ള റിസ്ക്. അപ്പോൾ ഇത് ഇത്രയും നൈസായിട്ട് നമുക്ക് എത്ര കിലോ പൂവാണെങ്കിലും ഒരു ജസ്റ്റ് 2-3 മിനിറ്റ് കൊണ്ട് അരിഞ്ഞെടുക്കുന്നതിനുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചു തരുന്നത്. അതൊരു ടിപ്പൊന്നല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിച്ച് നോക്കാൻ പറ്റിയ ഒന്ന് തന്നെയാണ്. അപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. നിങ്ങളൊന്ന് ചെയ്തു നോക്കാം. അപ്പം നമ്മൾ ആദ്യം തന്നെ നല്ല ഫ്രഷ് പൂവ് നോക്കി വാങ്ങുക. എന്നിട്ട് ഈ പൂവിൻ്റെ ഈ നെറ്റ് നമ്മൾ കളയണം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് നെറ്റ് മാത്രം നമ്മൾ കളഞ്ഞെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ മിക്സിയിലാണ് ഇത് അരിഞ്ഞെടുക്കാൻ പോകുന്നത്. ഇത് സാധാരണ എല്ലാ മിക്സിയിലും സാധാരണ ഉപയോഗിക്കുന്ന മിക്സിയിൽ അടിയൊന്നും ഞാൻ അത്ര ഉറപ്പ് പറയുന്നില്ല. പക്ഷേ ഇതിൽ ഈ ഉഷൻ്റെ അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സർ എന്നൊക്കെ വരുന്നത് ഇത് മിക്സി ഉണ്ടല്ലോ, ഇതിൽ ഈ ഉള്ളി അരിയുന്ന ബ്ലേഡ്, അത് ഉള്ളിക്ക് അരിയാൻ ഉപയോഗിക്കുന്ന ബ്ലേഡ്, ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇത് അരിഞ്ഞെടുക്കുന്നത്. അപ്പം സാധാരണ മിക്സിയിൽ നിങ്ങൾ പൊടിക്കുന്ന ജാറ് വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലതൊക്കെ ചിലപ്പോൾ നല്ല മൂർച്ചയുള്ള ബ്ലേഡൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വിജയിക്കും. അപ്പോൾ ഇതിലാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം. മൊത്തം ഇതുപോലെ നമ്മൾ നെട്ടി കളഞ്ഞെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ പൂവ് ഈ മിക്സീൻ്റെ ഈ ജാറിലേക്ക് ഇടുക. നിറയെ പൂക്കൾ ഇടാം നമുക്ക്. ജസ്റ്റ് നമ്മൾ 1 മിനിറ്റ് പോലും എടുത്തിട്ട്, 1 മിനിറ്റിലെ താഴെ സമയം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് കണ്ടോ, ഇത്രയും പൂക്കൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് പൊടി പോലെ കിട്ടിയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഇനിയും നമുക്ക് പൊടിയാക്കി എടുക്കാം. നമുക്ക് ഇത് കണ്ട അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ നല്ല ഫ്രഷ് പോലെ നിൽക്കുന്നുണ്ട്. നമ്മൾ കത്തി കൊണ്ട് അരിഞ്ഞ അതുപോലെ നിൽക്കുന്നുണ്ട്. അല്ലാതെ അങ്ങനെ മൊത്തം അങ്ങനെ അലിഞ്ഞതായിട്ടൊന്നുമില്ല, വേറെ ഡാമേജ് ആയിട്ടൊന്നുമില്ല. പൂ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇട്ട് നമ്മൾ നല്ല സുഖമായിട്ട് നമുക്ക് പൂക്കളത്തിലേക്ക് ഇടാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത്ര പണിയുള്ളൂ നമുക്ക് ശരിക്കും പൂക്കൾ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഇത്ര പൂക്കൾ അരിയാൻ, സ്ഥിരമായിട്ട് പൂക്കൾ അരിഞ്ഞെടുക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും ഇത്രയും ചെറുതാക്കിയിട്ട് നൈസാക്കിയിട്ട് പൂക്കൾ അരിയാൻ എത്ര റിസ്ക് ഉണ്ട്, എത്ര ടൈം ഉണ്ടാവും എന്നൊക്കെ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ. പിന്നെ ഇതുപോലത്തെ ചോപ്പറിലും നമുക്ക് അരിയുന്നതായിട്ടുള്ളൊരു വീഡിയോസൊക്കെ ഇപ്രാവശ്യം കണ്ടിട്ടുണ്ട്. നമുക്ക് അതൊന്ന് പരീക്ഷിച്ച് നോക്കാം. വിജയിക്കേണ്ടെന്ന് ഇത് മുഖ്യ ആളുകളെ വീട്ടിലുണ്ടാവും ചോപ്പർ. ഇങ്ങനത്തെ പല ടൈപ്പിലുള്ള ഇങ്ങനെ മുകളിൽ നിന്ന് അമർത്തുന്നതും വലിക്കുന്നതൊക്കെ ആയിട്ടുള്ള ഇതും കൂടെ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇതിൽ വിജയിക്കുന്നുണ്ടോ എന്നുള്ളത്. ഇതിൽ നമ്മൾ റോസാപ്പൂവാണ് ഇട്ടിടുന്നത്. നമുക്ക് അത്യാവശ്യം വല്ല പ്രശ്നമില്ലാതെ കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല മൂർച്ചുള്ള ബ്ലേഡ് ആണെങ്കിൽ, പുതിയതൊക്കെ ആണെങ്കിൽ ശരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇത് അത്യാവശ്യം നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് റോസാപ്പൂ ഇട്ടിട്ട്. അപ്പം ഇതും നമുക്ക് നോക്കാവുന്നതാണ്. ഇതിലാകുമ്പോൾ നമുക്ക്, മിക്സിയിലാകുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ഒറ്റയടിക്ക് 1 സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും. ഇതിലാകുമ്പോൾ നമുക്ക് കുറേശ്ശെ നമുക്ക് ഇതിലും കിട്ടുന്നുണ്ട്. എന്നാലും നമ്മൾ ബ്ലേഡ് കൊണ്ട് അല്ലെങ്കിൽ ചെറിയ കത്തി കൊണ്ടൊക്കെ അരിഞ്ഞെടുക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് ഷുവറായിട്ട്. അപ്പം ഇങ്ങനെ അരിയുമ്പോൾ ഉള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പൂക്കൾ ഇടുന്നതിൻ്റെ ഇടയിൽ തന്നെ ഒരു 10 മിനിറ്റ് മാത്രം മതി നമുക്ക് മൊത്തത്തിലുള്ള പൂക്കൾ നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ അത് സ്പോട്ടിൽ ഇങ്ങനെ അരിഞ്ഞെടുത്താലും മതി. അല്ലെങ്കിൽ നമുക്ക് തലേന്ന് ഉറക്കൊഴിച്ച് അരിഞ്ഞെടുക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല.
അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റും കൂടെ. അപ്പോൾ നല്ല പൂക്കൾ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും. തലേന്ന് അരിഞ്ഞ് വെച്ചാൽ എന്തായാലും പൂക്കൾക്ക് ചെറിയൊരു ചില വെള്ളക്ക് അങ്ങനെ ഇതിലെല്ലാം പൂക്കൾ അരിയാൻ പറ്റും. ഇപ്പോൾ വെള്ളയാണെങ്കിലും റോസൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടും. റോസ് ഇപ്പോൾ ഇവിടെ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കാണിച്ച വീഡിയോ എടുക്കാൻ പറ്റുന്നത്. റോസും വെള്ളയും എല്ലാം അരിയാൻ പറ്റും. എല്ലാം ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് സ്പോട്ടിൽ ഇങ്ങനെ അരിഞ്ഞെടുത്താൽ മതി. തലേന്ന് പിന്നെ ആ ഫ്രഷ്നെസ് പോകേണ്ട ഒരു പ്രശ്നമില്ല. ഈ വെള്ളയാണ് പലപ്പോഴും നമ്മൾ തലേ ദിവസം അരിഞ്ഞു വെച്ചാൽ ആ ഒരു ഫ്രഷ്നെസ് പോയി വെള്ള ചെറിയൊരു ഡാർക്ക് കളറൊക്കെ ആയിട്ട് വരും. അപ്പം എങ്ങനെയുണ്ട് കണ്ടോ, ഇത്രയും നൈസായിട്ട് പൂക്കൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയും പൂക്കൾ നമ്മൾ അരിഞ്ഞെടുക്കുക എന്നുള്ളത് ഭയങ്കര ടൈം പോണ ഒരു പരിപാടിയാണ്. ഒരുപാട് സമയം വേണം. അത്രയും ചെറുത് നമുക്ക് നല്ല ക്ഷമയോടെ ആ ചെറിയ കത്തി കൊണ്ടൊക്കെ നല്ല അത്ര ക്ഷമയോടെ ഇരുന്ന് അരിഞ്ഞാൽ മാത്രമേ നല്ല ചെറുതായിട്ട് പൂക്കൾ കിട്ടുള്ളൂ. ചെറുതാക്കി അരിഞ്ഞാലേ നമുക്ക് ഭംഗിയിൽ കിട്ടുള്ളൂ. ഇനി പൂക്കൾ അരിയാതെ ഇടുന്നതുണ്ട്, അതിനും ഒരുപാട് ടൈം ഉണ്ട്, കുറച്ചുകൂടെ എക്സ്പീരിയൻസ് വേണം അങ്ങനെ ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞാൽ നമുക്ക് ആർക്കും ശരിക്കും നല്ല പൂക്കൾ എല്ലാവർക്കും ഇടാൻ പറ്റും. ചെറുതാക്കി നമുക്ക് നല്ല കള്ളി വരച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് എല്ലാവർക്കും ഇടാനും പറ്റും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഞാൻ പൂക്കളത്തിൻ്റെ ഒരുപാട് ടിപ്സുകൾ ഇതിൽ വീഡിയോസുണ്ട്, ഷോർട്ടായിട്ടും വീഡിയോസൊക്കെ ആയിട്ടുണ്ട്. പൂക്കളം എങ്ങനെ വരയ്ക്കുക എന്നുള്ള കുറേ വീഡിയോസ് ഉണ്ട്. പൂക്കളത്തിലേക്ക് പച്ച ഇല അല്ലെങ്കിൽ മെറൂണ്, കാപ്പി അങ്ങനെ പല കളറുകൾ ഇലകളൊക്കെ ഏതൊക്കെ ഉപയോഗിക്കേണ്ട അങ്ങനെ കുറേ ടിപ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കഴിഞ്ഞ വീഡിയോസൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടവരെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. ഓക്കെ, ഗുഡ് ബൈ.